Sorry about that. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ പി കെ രമേശൻ സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായിട്ട് നടന്നുപോകുന്ന വെബിനാർ സീരീസിന്റെ 4ാമത്തെ ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കരിയർ, സ്കോളർഷിപ്പ് അതുപോലെ മറ്റ് അക്കാദമിക് കാര്യങ്ങളിൽ അടപ്പള്ളി കോളേജിലെ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റഡി സർക്കിള് പ്രവർത്തിച്ചു വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിവിധ സാധ്യതകളെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടി സ്റ്റഡി സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വെബിനാർ സീരീസിന്റെ 4ാം ക്ലാസ്സായ ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ അതുപോലെ റിസർച്ച് മുതലായവ എങ്ങനെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാം, എങ്ങനെ അതുപോലെ സ്കോളർഷിപ്പ് കരസ്ഥമാക്കാം, ഫെലോഷിപ്പ് സംബന്ധ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി നമ്മൾ അറിയാത്തതും അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് രേഷ്മ കോറോത്ത് അവർകളാണ്. മാഡം ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ ഫുൾബ്രൈറ്റ് ഫെലോയും സസെക്സ് സർവകലാശാലയിലെ മുൻ ചാൻസലർ ഇന്റർനാഷണൽ ഫെലോയുമാണ്. രേഷ്മ കോറോത്തിനെ ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി നിയന്ത്രണത്തിന് വേണ്ടി പ്രണവിനെ ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്നത് പി കെ രമേശൻ സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിലുള്ള വെബിനാർ സീരീസിന്റെ 4ാം ഭാഗമാണ്. വിദേശ സർവകലാശാലയിൽ പഠിക്കാം സ്കോളർഷിപ്പിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ക്ലാസ് എടുക്കാൻ രേഷ്മ മേഡം എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എടുക്കാൻ മേഡത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഇത് മോസ്റ്റ്ലി മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആണെന്നാണോ പറഞ്ഞത് ഈ ഗ്രൂപ്പിലുള്ളത്? പി ജി ചെയ്യുന്ന ആൾക്കാരാണോ? പി ജി ഉണ്ട്, ഡിഗ്രി സെക്കൻഡ് ഇയർ, തേർഡ് ഇയേഴ്സ്. ഡിഗ്രി മാം. പി എച്ച് ഡി ഇല്ല അല്ലേ? പി എച്ച് ഡി ഉണ്ടോ? ഇല്ല. ഓക്കെ. ഞാൻ ഈ ക്ലാസ് മോസ്റ്റ്ലി ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. എനിക്ക് തോന്നുന്നു കുറെ കൂടി നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുക. എനിക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയായിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി നല്ല ഒരു വഴി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഫുൾ ബ്രൈറ്റിന് അപ്ലൈ ചെയ്ത് 7 വർഷങ്ങൾക്ക് മുമ്പാ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ എന്റെ ഒരു കറണ്ട് എന്താ പറയാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് അല്ലെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുക വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ പറയണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. മീൻസ് എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി എന്താ പറയാ ഇൻഫോർമേറ്റീവ്. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് PhD ചെയ്യാനായിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഒരു മാസ്റ്റേഴ്സിനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് മാസ്റ്റേഴ്സിനായിരിക്കും താല്പര്യം. മീൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ എന്താണെന്നൊക്കെ അനുസരിച്ച് നമുക്ക് എന്താ പറയാ പ്രത്യേകതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ടാവുമല്ലോ. ഞാൻ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ചായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ടാവുമല്ലോ ഫുൾ ബ്രൈറ്റിനെ കുറിച്ചൊക്കെ. പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ എന്റെ സ്ക്രീൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കണേ, സോറി. അതാണ് മോസ്റ്റ്ലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അഗെയിൻ ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫ്രം മൈ എക്സ്പീരിയൻസ്. ഇതൊരു പ്രത്യേക ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. വാട്ട് വർക്ക് ബെസ്റ്റ് ഫോർ മീ, അതാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇതിനകത്ത് ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് ഏത് ഇന്റർനാഷണൽ സ്കോളർഷിപ്പിനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചെയ്യാനുള്ളത് പ്ലാൻ ഏർലി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1.5 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ ഒരു വലിയ കാരണം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ഏത് കോഴ്സും കഴിയുന്ന സമയവും അമേരിക്കയിലോ അല്ലെങ്കിൽ UK അവരുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്.
മീൻസ് മന്ത് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു 3-4-5 മാസം വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ സിവിയോ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കുറച്ചുകൂടി പ്ലാൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, മിക്കവാറും എല്ലാ സ്കോളർഷിപ്പിനകത്തും ടെസ്റ്റ് ചെയ്യുന്ന സാധനം നിങ്ങളുടെ സബ്ജക്ട് നോളജ് ആണ് അല്ലെ. നിങ്ങളുടെ സബ്ജക്ട് നോളജ് ആണ്. എത്രമാത്രം നിങ്ങൾ ആ ഏരിയക്കകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം നിങ്ങൾക്ക് ആ ഏരിയയിൽ പ്രാവീണ്യോ അവഗാഹ്യോ ഉണ്ട്, ഇതൊക്കെ ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഫോർ എക്സാമ്പിൾ ഫുൾ ബ്രൈറ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഫുൾ ബ്രൈറ്റിന് ഫോർ എക്സാമ്പിൾ മാസ്റ്റേഴ്സിന് നിങ്ങൾ സബ്ജക്റ്റില് 3-4 വർഷം വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മുന്നേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഇന്നിരുന്ന് നിങ്ങൾ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ് US-ലേക്കുള്ള സ്കോളർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതിനകത്ത് പറയാണ് 1 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമുണ്ട്. ആ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വളണ്ടിയർ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ എന്താണോ സ്കോളർഷിപ്പുകൾ വേണമെന്ന് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ CV നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം അല്ലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എനിക്ക് തോന്നുന്നു പ്ലാൻ വെൽ ഇൻ അഹെഡ്. ഒരുപക്ഷെ 1 വർഷം 2 വർഷം മുമ്പ് വരെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ മിക്കവാറും ഫുൾ സ്കോളർഷിപ്പുകളുടെ ഫുൾ സ്കോളർഷിപ്പുകൾ എന്ന് വെച്ചാൽ US കോണ്ടെക്സ്റ്റിൽ ഫുൾ സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് അവർ പേ ചെയ്യും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അലവൻസ് തരും. ഫുൾ ബ്രൈറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യും. നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ്സ്, വിസ ഫീസ്, ഇതൊക്കെ കവർ ചെയ്യും. ഡിപ്പെൻഡിങ് അപ്പോൺ ചിലപ്പോൾ ചില സ്കോളർഷിപ്പുകൾ വിസ ഫീസ് കവർ ചെയ്യണമെന്നില്ല, ചില സ്കോളർഷിപ്പുകൾ എന്താ പറയാ ഫ്ലൈറ്റ് ചാർജ് കവർ ചെയ്യണമെന്നില്ല. പക്ഷെ ഇങ്ങനെ കുറെ സാധനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളെ പ്ലാൻ ചെയ്യാം അല്ലെ. അത് പറഞ്ഞാൽ ഫുൾ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രശ്നമില്ല. ഫുൾ സ്കോളർഷിപ്പുകൾ വളരെ കോമ്പറ്റീറ്റീവ് ആണ് അല്ലെ. കാരണം ഫുൾ സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അതിനകത്ത് അപ്ലൈ ഉണ്ടാവും. 1000-കണക്കിനോ ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റി ഏരിയ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് അതിനകത്ത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ സ്ട്രോങ് ആക്കാം, നമ്മുടെ അപ്ലിക്കേഷൻ എങ്ങനെ 1000 അപ്ലിക്കേഷൻസ് വരുന്നതിൽ നിന്ന് നമ്മുടെ അപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യിക്കാം, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ കൃത്യമായി എന്താ പറയാ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ചാൻസ്, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായി എന്താ പറയാ നിങ്ങൾക്ക് ആ ചാൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, വളരെ മുന്നേ പ്ലാൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫുൾ ബ്രൈറ്റിന്റെ അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത സമയം മുതൽ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻ വരെ നിങ്ങൾക്ക് ഏകദേശം 2.5 മാസമോ 3 മാസമോ മറ്റുണ്ടാവും. ഞാൻ പറഞ്ഞ വെച്ചാൽ ആ സമയം കൃത്യമായി ഉപയോഗിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും 3 മാസമില്ലേ, നമുക്ക് എന്താ പറയാ അവസാനത്തെ മാസം ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ എന്താ പറയാ മാം ഓഡിയോ മോട്ട്. ഹലോ, എന്താ സംഭവിച്ചേ? കേക്കുണ്ടായിരുന്നില്ല? മൈക്രോഫോൺ ഓഫ് ആയി ആണോ? കുറെ മുന്നേ മ്യൂട്ടായോ? ഇപ്പം മ്യൂട്ടായതേ ഉള്ളൂ. ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് മുന്നേ പ്ലാൻ ചെയ്യാം. മുന്നേ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ കുറെ മീൻസ് പിന്നെ ഒരു കാര്യം ചെയ്യുന്നില്ല, ചിലപ്പോൾ 3 മാസമോ 4 മാസമോ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ നിങ്ങൾക്ക് അയക്കാൻ സമയമുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മിക്കവാറും എല്ലാ ആപ്ലിക്കേഷനും ചോദിക്കുന്ന ഒരു സാധനം, നിങ്ങൾ PhD ആണെങ്കിൽ അവർ റിസർച്ച് ഒബ്ജക്റ്റീവ്സും പ്രപ്പോസൽസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചോദിക്കും. പക്ഷെ മാസ്റ്റേഴ്സിനാണെങ്കിൽ അവർ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളൊരു സാധനം ചോദിക്കും. അത് വളരെ കീ ആണ് മിക്കവാറും സ്കോളർഷിപ്പിന്. അതൊരു വേണമെങ്കിൽ ഒരു 2-2.5 പേജ് സാധനമാണ്. നമുക്ക് ഈസിലി നമുക്ക് വിചാരിക്കാം 2.5 പേജ് സാധനം നമുക്ക് എന്താ പറയാ ഒരാഴ്ചക്കുള്ളിൽ എഴുതി തീർത്തൂടെ എന്നൊക്കെ.
പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എഴുതി തീർത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കൂടുതൽ ഗുണം ചെയ്യാം. ഒരു തവണ എഴുതുക, എന്നിട്ട് ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക, ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതിന്റെ ഓരോ സ്റ്റേജിനകത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സബ്ജക്റ്റിനോടുള്ള കമ്മിറ്റ്മെന്റ്. എന്റെ സബ്ജക്ട് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡീസ് ആണ്. അപ്പം എന്താ പറയാ, നമുക്ക് എങ്ങനെ നമ്മുടെ സബ്ജക്റ്റിനകത്തുള്ള നമ്മുടെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ സബ്ജക്റ്റിനകത്തുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് എങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ്. പിന്നെ ചെയ്യാനുള്ള ഓരോ സ്കോളർഷിപ്പിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഫുൾ ബ്രൈറ്റ് മോസ്റ്റ്ലി ഒരുപക്ഷെ ഫുൾ ബ്രൈറ്റ് നോക്കുക, നിങ്ങളുടെ അക്കാഡമിക് അക്കംപ്ലിഷ്മെന്റ്, ഇതുവരെയുള്ള നിങ്ങളുടെ അക്കാഡമിക് അക്കംപ്ലിഷ്മെന്റ് പ്ലസ് നിങ്ങളുടെ സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യം മാത്രമല്ല, നിങ്ങൾ എത്രമാത്രം സോഷ്യലി കമ്മിറ്റഡ് ആണ് ഈ സബ്ജക്റ്റിനകത്ത് ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം കമ്മിറ്റഡ് ആണ്. ഈ 2 എലമെന്റ് ആണ് മിക്കവാറും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്കത് ഫുൾ ബ്രൈറ്റിന്റെ ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ, ഒരുപാട് പേജുകളിലെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, എത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ സ്പെസിഫിക് സ്കോളർഷിപ്പ് എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ സ്കോളർഷിപ്പിനും അതിൻ്റെതായ എന്താ പറയാ, അവർക്ക് വേണ്ട കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ട കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോ അത് മനസ്സിലാക്കി, അത് വളരെ നന്നായി മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ അതിനകത്ത് എങ്ങനെ ഫിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അവരൊരു പക്ഷെ ഉദ്ദേശിക്കുന്ന വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു നോൺ അക്കാഡമിക് വർക്കും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു വളണ്ടറി വർക്കും ചെയ്തിട്ടില്ലെങ്കിൽ, അത് ഒരു വലിയൊരു എന്താ പറയാ കീ പോയിന്റ് ആവണം എന്നില്ല നിങ്ങളുടെ കാൻഡിഡേറ്റ്സിൽ. അപ്പൊ ഞാൻ മിക്കവാറും എന്താണ് ആ സ്കോളർഷിപ്പ് എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയാ നമ്മുടെ എക്സ്പീരിയൻസിനെയും എന്താ പറയാ നമ്മുടെ കഴിവുകളെയൊക്കെ ആ രീതിയിലേക്ക് ഫിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പിന്നെ ബേസിക്കലി ബാക്കി ഇതിനകത്തേക്ക് പോകുന്നതിന് മുന്നേ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് നിങ്ങൾ എന്തൊക്കെ സ്കോളർഷിപ്പ് അവിടെ ഉണ്ട് എന്ന് അറിയുക എന്നുള്ളതായിരിക്കും. ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്, മിക്കവാറും ഫുൾ സ്കോളർഷിപ്പ് ആവണം എന്നില്ല. പാർഷ്യൽ ഫണ്ടിങ് ഉള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ പാർഷ്യൽ ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് US-ലോ അല്ലെങ്കിൽ UK-ലോ എവിടെയാണെങ്കിലും ഒരു പക്ഷെ നിങ്ങൾക്കത് എന്താ പറയുക മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കാം. പക്ഷെ അതിനെന്താ ചെയ്യണം വെച്ചാൽ അതിനിവിടെ എന്താ പറയാ, നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നമ്മൾ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ന്യൂയോർക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ ന്യൂയോർക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റിയാണ് അല്ലെ. അതുപോലെ തന്നെ ഞാനിപ്പോ താമസിക്കുന്ന ലണ്ടൻ വളരെ ന്യൂയോർക്കിനേക്കാൾ കൂടുതലെങ്കിൽ അങ്ങനെ ഓരോരോ സിറ്റിയും ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ പോലെ ആണെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലിപ്പം എന്താ പറയാ കൊച്ചിയും കാലിക്കറ്റും തമ്മിൽ എനിക്കറിയില്ല എത്രമാത്രം കോസ്റ്റ് ഓഫ് ലിവിങ് ഡിഫറൻസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ അതേസമയം അതുപോലെയല്ല ഇവിടുത്തെ കേസുകളെന്ന് വെച്ചാൽ ഇവിടെ മിക്കവാറും ഓരോ സിറ്റിയിലും കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ന്യൂയോർക്കിലത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ആയിരിക്കണം എന്നില്ല ഒരു US-ലെ ഒരു സബർബൻ സിറ്റിയിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂയോർക്കിലെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാതിരിക്കാം, ഒരു കോസ്റ്റ് ഒരു ഇഷ്യൂ ആണെങ്കിൽ. ഞാൻ അപ്പൊ കൃത്യമായ റിസർച്ച്, ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് എന്താ വെബ്സൈറ്റ് ഒക്കെ ഇല്ലേ, എന്താ പറയാ ഗൂഗിളിലൊക്കെ നമുക്ക് 2 നഗരങ്ങൾ തമ്മിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പയർ ചെയ്യാം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് വഴികളുണ്ട് നമുക്ക് എന്തായിരിക്കും. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കൃത്യമായ ഫീസ് അവരതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം ഏത് സിറ്റി ആയിരിക്കും കുറച്ചുകൂടി ചീപ്പ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോൾ നിങ്ങളൊരു പാർഷ്യൽ സ്കോളർഷിപ്പ് കണ്ടു, അപ്പൊ അതിനനുസരിച്ച് അതിനകത്ത് നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിന് വേണ്ട എന്താ പറയാ പ്രീ റിക്വിസിറ്റ് ആയിട്ട് അവർ പറയുന്ന കുറെ സാധനങ്ങൾ നിങ്ങൾ മീറ്റ് ചെയ്യാൻ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, ആ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം US-ലെ വളരെ ചീപ്പായിട്ട് ജീവിക്കാൻ വരുന്ന സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതാക്കാം. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി, നമ്മളിപ്പോ ഞാനത് ഒരുവിധം എല്ലാവരോടും പറയാനുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോ US-ലിരുന്ന് നമുക്ക് പരിചയമുള്ള കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ
യേല്, ഷിക്കാഗോ, അങ്ങനെ കുറെ വളരെ അതിനെ US പറയുന്ന പേര് ഐവി ലീഗ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയും. നമ്മുടെ നാട്ടിലിരുന്ന് നമ്മളൊരു പക്ഷെ കേൾക്കുന്ന ഒരുപാട് US യൂണിവേഴ്സിറ്റികളൊക്കെ ആ കാറ്റഗറിയിലുള്ള സാധനമാണ്. ഐവി ലീഗ് യൂണിവേഴ്സിറ്റികൾ എന്ന് വെച്ചാൽ വിത്തിൻ US ഒരു കോണ്ടെക്സ്റ്റിനകത്ത് വളരെ കോട്ട് ആൻഡ് കോട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പ്രസ്റ്റീജിയസ് എന്ന് മാത്രമല്ല, ഒരുപാട് എന്താ പറയാ ഡൊണേഷൻസ് ഒക്കെ കൊടുത്ത ആൾക്കാർ പഠിക്കാൻ വരുന്ന യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അടക്കം കിട്ടുന്ന യൂണിവേഴ്സിറ്റി. പക്ഷെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഫീസ് സ്ട്രക്ചർ വളരെ കൂടുതലാണ്. പിന്നെ അതുമല്ല അവരുടെ ലൊക്കേഷൻ മിക്കവാറും വളരെ എന്താ പറയാ വളരെ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള വളരെ സിറ്റി ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ആസ് എഗെയിൻ നിങ്ങൾക്ക് എന്താ പറയാ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിനകത്ത് പോയി US എനിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴൊക്കെ കുറച്ച്, പക്ഷെ US ആവട്ടെ UK ആവട്ടെ അവരുടെ യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റിനകത്ത് പോയി നോക്കി നിങ്ങൾ കൃത്യമായി റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അതിനെയല്ല നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പൊതുവിൽ വളരെ റെസിപ്രോക്കേറ്റ്, അവർ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മിക്കവാറും അവർ തിരിച്ച് ഇമെയിൽ അയക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അതിനെ അഡ്രസ് ചെയ്യാം. പിന്നെ യുഎസിലെ യൂണിവേഴ്സിറ്റികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് വെതർ. നമ്മളെ നാട്ടിലെ പോലെ എല്ലാ സ്ഥലത്തും ഒരേ വെതറാണെന്നില്ല. വളരെ എക്സ്ട്രീം വെതറുകൾ ഉണ്ടാവും, നല്ല തണുപ്പുള്ള മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ നല്ല ശ്വാസം മുട്ടൊക്കെ ഉള്ള ഒരാൾ, തണുപ്പ് വളരെ എടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്താ പറയാ 2 വർഷത്തേക്ക് ആ ഒരു സിറ്റിയിൽ പോയിരുന്നിട്ട് നമ്മൾക്ക് അതിനോട് അക്കോമഡേറ്റ് ആവാനുള്ള സമയം കൂടി ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് അവിടത്തേക്ക് പോയി അവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആവരുതല്ലോ. അങ്ങനെ കുറെ സാധനങ്ങള് ഇത്തരത്തിലുള്ള കുറെ പ്രയോറിറ്റീസ് നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യൂണിവേഴ്സിറ്റി ലിസ്റ്റിന്റെ പേരുണ്ടാവും. അപ്പൊ ആദ്യത്തെ കുറെ ഐവി ലീഗ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മിഡിലിൽ ഉണ്ടാവുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾ, അത് US മിക്കവാറും യൂണിവേഴ്സിറ്റികൾ വളരെ റെപ്യൂട്ടഡ് ആണ്. നമ്മുടെ നാട്ടിലൊന്നും പറയുന്ന പോലെ ചില ഈ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളൊന്നും പൊതുവിലില്ല. പക്ഷെ ഉറപ്പായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ ബേസിക് ഗൂഗിൾ സെർച്ചിൽ മനസ്സിലാവുന്ന സാധനങ്ങൾ. US വളരെ വലിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾ, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. അപ്പൊ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ സബ്ജക്റ്റിലൊക്കെ ഇപ്പൊ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡിയിലൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ് US. അപ്പോ അവരുടെ കോഴ്സ് കാറ്റലോഗും ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള പുതിയ സാധനങ്ങൾ പഠിക്കാനുള്ള താല്പര്യം ഉണ്ട് എന്നൊക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ യൂണിവേഴ്സിറ്റി സെർച്ച് നിങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോമ്പണന്റ് കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിനകത്ത് പോയി നോക്കിയാൽ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വളരെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന സ്ഥലം ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് അതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസ് പഠിച്ചിട്ട് അതേ കോഴ്സുകൾ നിങ്ങൾ ഇവിടെ കോഴ്സുകൾ ഐ മീൻ സബ്ജക്ട് അതേ സബ്ജക്ട് നിങ്ങൾ US പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് അതിനെ ട്യൂക്ക് ചെയ്ത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഓഫർ ചെയ്യുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. വൺസ് നിങ്ങൾക്ക് ഇതൊക്കെ റെഡി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1, 2, 3 യൂണിവേഴ്സിറ്റികളൊക്കെ അപ്ലൈ ചെയ്യാം. സാധാരണ എനിക്ക് തോന്നുന്ന ആൾക്കാർ 3 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യും, ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റേത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിനനുസരിച്ച് ഇതും അപ്ലിക്കേഷൻ ഫോമിനകത്ത് ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ ഒരു പക്ഷെ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ ഒരു സ്കോളർഷിപ്പ് കിട്ടാന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ അപ്ലിക്കേഷനിൽ എന്താ പറയാ അപ്ലിക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇപ്പോ US കുറെ യൂണിവേഴ്സിറ്റികളിൽ അവർക്കൊരു GTA പൊസിഷൻ എന്ന് പറയും. അതായത് അതിന്റെ അർത്ഥം ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റന്റ് എന്നാ. നിങ്ങൾക്ക് ഇപ്പൊ മുന്നേ ടീച്ചിങ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മിക്കവാറും മാസ്റ്റേഴ്സ് ലെവലിലാണ് അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ പറയാ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് അക്കാഡമിക്കലി ക്ലാസ്സുകളൊക്കെ എടുക്കാനും ക്ലാസ് മീൻസ് നിങ്ങളായിരിക്കില്ല ഒരു മെയിൻ ടീച്ചർ. പക്ഷെ നിങ്ങൾക്ക് US അക്കാഡമിക് സിസ്റ്റത്തിൽ അത് ഒരുപാട് അസൈൻമെന്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയാ വെറുതെ പരീക്ഷ എഴുതുക എന്നുള്ളതല്ല.
ഈ റിട്ടൺ അസൈൻമെന്റ്സും ഒരുപാട് മിക്കവാറും US-ലെ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ 10 ആഴ്ച നീങ്ങുന്ന കോഴ്സുകൾ. നമ്മുടെ നാട്ടിലെ പോലെ സെമസ്റ്റർ 6 മാസമല്ല, 10 ആഴ്ചയാണ്, 10 വർക്കിംഗ് വീക്കാണ്. അപ്പൊ ഈ 10 വർക്കിംഗ് വീക്കുകളിൽ ചിലപ്പോ നിങ്ങൾക്ക് 6 or 7 സെമിനാർസും അസൈൻമെന്റ്സും ഉണ്ട്. വളരെ റിഗറസ് ആണ്. പക്ഷെ അതിന്റെ ഒരു ഹലോ ആരുടെയൊക്കെയോ എന്താ പറയാ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടീച്ചർ ഉണ്ടാവും, ഒരു പ്രൊഫസർ, US കോണ്ടെക്സ്റ്റിൽ ഒരു പ്രൊഫസർ. പക്ഷെ ഓരോ പ്രൊഫസറിനും 1-2 GTAs ഉണ്ടാവും, അതായത് ഗ്രാജുവേറ്റ് ടീച്ചിങ് അസിസ്റ്റൻസ്. അവരാണ് ചിലപ്പോഴൊക്കെ ഈ അസൈൻമെന്റ്സ് കറക്റ്റ് ചെയ്യുക, ഈ മെയിൻ ടീച്ചറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു റോള്. ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കലോ മറ്റോ നിങ്ങൾ ക്ലാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, ഒരിക്കലല്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ക്ലാസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഈ ബാക്കി എന്താ പറയാ ലെഗ് വർക്ക് എന്ന് പറഞ്ഞ സാധനം, ഇങ്ങനെ കുറെ അസൈൻമെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ടീച്ചറെ സഹായിക്കുക, അതാണ് ഈ GTA ഷിപ്പ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഫീസ് പേ ചെയ്യും. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വളരെ മിനിമം ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസസ് തരും. ഞാൻ പറഞ്ഞ വെച്ചാൽ നിങ്ങൾ നെസസറിലി സ്കോളർഷിപ്പ് തന്നെ നോക്കണമെന്നില്ല, GTA പോസ്റ്റ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെയും നിങ്ങൾക്ക് എന്താ പറയാ സ്കോളർഷിപ്പ് കിട്ടാനുള്ള, സ്കോളർഷിപ്പ് അല്ല ഫണ്ടിങ്, മോസ്റ്റ്ലി നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ US-ലെ ഓരോ സ്റ്റേറ്റിനും എനിക്ക് തോന്നുന്നു ഒരു ഫെഡറൽ മിനിമം വേജ് ഉണ്ട്. പക്ഷെ ചില സ്റ്റേറ്റുകൾ അവരുടേതായ മിനിമം വേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ സിറ്റിയിലെയും മിനിമം വേജ് നോക്കാം. ഫോർ എക്സാമ്പിൾ 15 പൗണ്ട് ആയിരിക്കും, 11 പൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ 9 പൗണ്ട് അല്ല സോറി ഡോളർ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലണ്ടനിൽ എനിക്കൊന്ന് മിനിമം വേജ് 9 പൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾ ഏത് ജോലി ചെയ്താലും നിങ്ങൾക്ക് 9 പൗണ്ട് ഒരു മണിക്കൂറിന് തരണം. അതൊരു മാൻഡേറ്റ് ആണ്. അത് മിക്കവാറും എല്ലാ ഏജൻസികളും അത് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ മിക്കവാറും വിസകൾക്ക് എന്താ പറയാ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ലീഗലി നിങ്ങൾ 20 മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാഴ്ചയില്. അപ്പൊ ഇവിടെയും US-ലും ഫുൾ ടൈം വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 35 മുതൽ 40 മണിക്കൂറാണ്. അതായത് നിങ്ങൾക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പാർട്ട് ടൈം മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 20 മണിക്കൂർ ഞാൻ ജോലി ചെയ്താൽ 9 പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എത്രമാത്രം പൈസ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം പാർഷ്യൽ സ്കോളർഷിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി പ്ലാൻ ചെയ്യാം. അല്ലാതെ ഞാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാനത് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ US പോയിട്ട് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം വളരെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ പോലെയല്ല, വളരെ എക്സ്പെൻസീവ് ആണ്. ജീവിക്കാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക് പ്യൂർ എക്സിസ്റ്റൻസിന് അടക്കം നിങ്ങൾക്ക് ഒരുപാട് പൈസ ആവശ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഇക്കണോമിക് സാധനമായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ ഇക്കണോമിക്കലി നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ അതിനകത്ത് സഫീഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആ രീതിയിലുള്ള റിസർച്ച് ചെയ്യാം. നിങ്ങൾ ഫുൾ സ്കോളർഷിപ്പ് അല്ല ഉള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇനഫ് പൈസ കയ്യിലുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ചെയ്യാം. അറ്റ്ലീസ്റ്റ് അത്തരത്തിലുള്ള റിസർച്ചുകൾ നടത്തുക. അങ്ങനെ നിങ്ങൾക്ക് ഈവൺ ഇത് നോക്കാം, ചില സിറ്റികളിൽ എന്താ പറയാ എത്ര രൂപ കൊടുത്താൽ നിങ്ങൾക്കൊരു 1 bedroom അപ്പാർട്ട്മെന്റ് കിട്ടും. നിങ്ങൾ ഫാമിലി ഒക്കെ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഹൗസ് ഷെയറിന് എത്ര പൈസ ഉണ്ടാവും. ഇതൊക്കെ എനിക്ക് ഒരു ഇന്റർനെറ്റിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് നാട്ടിലിരുന്ന് ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അറിയാം. ആ അറിഞ്ഞതിന്റെ ബേസിൽ അത്തരത്തിലുള്ള നിങ്ങൾക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാം. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ്, എവിടെയാണ് പോകേണ്ടത്, എത്രമാത്രം പൈസ നമുക്ക് വേണ്ടി വരും, ഇതൊക്കെ നിങ്ങൾക്ക് അത്തരത്തിൽ നോക്കി തീരുമാനം എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, പിന്നെ സ്പെസിഫിക്കലി ഫുൾ ബ്രൈറ്റിന്റെ കോണ്ടെക്സ്റ്റിലാണ് പറയണമെങ്കിൽ മിക്കവാറും യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷനകത്തും ഒരുപാട് സ്റ്റേജസ് ഉണ്ടാവും. എന്താ പറയാ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടില് മിക്കവാറും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ PGക്കാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ് ചോദിക്കുമായിരിക്കാം. അല്ലെങ്കിൽ ചില കോണ്ടെക്സ്റ്റിനകത്ത് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും.
ഇവിടെ അത് മാത്രമല്ല ഉണ്ടാവുക. ഒരുപക്ഷെ നാട്ടിലെ സിറ്റുവേഷനും മാറിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു US-ലും UK-ലും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. അപ്പം പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് അവർ ചോദിക്കായിരിക്കാം, നിങ്ങളുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ചോദിക്കായിരിക്കാം, നിങ്ങളുടെ റെഫറൻസ് ചോദിക്കായിരിക്കാം, നിങ്ങളെ മുന്നേ അറിയുന്ന ടീച്ചർമാരുടെ റെഫറൻസ്, അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പിനും ഫുൾ സ്കോളർഷിപ്പ് ആണെങ്കിൽ അവരും നിങ്ങളെ വളരെ റിഗറസ് ആയിട്ട് നിങ്ങളുടെ ഒരു അക്കാഡമിക് സ്റ്റാൻഡിങ് ഒക്കെ ചെക്ക് ചെയ്യാൻ അവരൊരുപാട് അതിനും ഒരുപാട്. അതിൽ ഒന്നാമത്തെ ഫോർ എക്സാമ്പിൾ ഫുൾ ബ്രൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാൻ, ഫുൾ ബ്രൈറ്റിന് 3 വ്യത്യസ്ത ഭാഗങ്ങളാണ്. ഈ ഒരു ഞാൻ ഇതന്നെ ആവണം എന്നില്ല എല്ലാ സ്കോളർഷിപ്പിനും, പക്ഷെ എനിക്കൊന്ന് മിക്കവാറും എല്ലാ സ്കോളർഷിപ്പുകളും ഈ മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, രണ്ടാമത് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത് നിങ്ങളുടെ ഇന്റർവ്യൂ. ഈ 3 സാധനങ്ങളും കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ പാർഷ്യൽ ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ കൺഫേം ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് അവർ നിങ്ങളോട് GREയും ടോഫലും എടുക്കാൻ പറയും. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ടോഫലും GREയും. GRE എന്നുള്ളത് എനിക്കൊന്ന് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ, അത് ബേസിക്കലി മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ GRE എനിക്ക് തോന്നുന്നു സോഷ്യൽ സയൻസ് സ്റ്റുഡൻസിന് നിങ്ങൾക്കൊരു മിനിമം പാസോ മറ്റേ ആവശ്യമുള്ളൂ. പക്ഷെ ടോഫൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അല്ലേ, എനിക്ക് തോന്നുന്നു ടോഫൽ അല്ലാതെ വേറെ ഒന്നും കൂടി ഉണ്ട്. എനിക്ക് US-ൽ മിക്കവാറും ടോഫലാണ്. ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോഫല് മിക്കവാറും നിങ്ങൾക്ക് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിനകത്ത് പോയി നോക്കി അവർ പറഞ്ഞുതരും. ഇപ്പൊ ഇന്റർനാഷണൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിനകത്ത് പോയി നോക്കിയാലും അവർക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു പ്രത്യേക സാധനം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഇതിനകത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അവരുടെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്. നമ്മുടെ ഇപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു US-ലെ മാസ്റ്റേഴ്സിന് നിങ്ങൾ 4 year ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് അവർ മിക്കവാറും പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ ഗ്രാജുവേറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ 3 year അല്ലേ. അപ്പൊ നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനൊക്കെ അവർക്ക് ക്ലോസ് ഉണ്ട്. പക്ഷെ അതേസമയം ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തുന്ന സമയത്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ നടത്തുക. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ട ഒരു ടോഫൽ സ്കോർ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ടോഫില് 10-ലാണ് മറ്റുമാണ് മാർക്ക്. നിങ്ങൾക്ക് ചിലപ്പം 8 കിട്ടാം, 9 കിട്ടാം, 10 കിട്ടാം. അതിന്റെ ഒരു മിനിമം റിക്വയർമെന്റും മാക്സിമം റിക്വയർമെന്റും ഉണ്ടാവും. സോറി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ടോഫിലൊക്കെ ആണെങ്കിൽ ടോഫിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ എത്രയാണെന്നല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6-7 വർഷം മുമ്പ് എനിക്ക് ഫുൾ ബ്രൈറ്റിന്റെ ഒരു കൂടെന്ന് വെച്ചാൽ ഫുൾ ബ്രൈറ്റ് ഇതിനടക്കം നിങ്ങൾക്ക് പേ ചെയ്യും, ടോഫലും GREക്കും അടക്കം. എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ പേ ചെയ്തത് 10,000 ഇന്ത്യൻ റുപ്പിയോ മറ്റാണ്. ഇപ്പൊ അത് എത്രമാത്രം ആയി എന്നറിയില്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പൈസയല്ലേ അത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓൺലൈനിലൊക്കെ പോയി നോക്കിയാൽ ഒരുപാട് എന്താ പറയാ ഈ ടോഫലിന്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഒരുപാട്. ഈ നിങ്ങൾക്ക് എങ്ങനെ റിട്ടേൺ ടോഫലും ബേസിക്കലി 3 സെക്ഷൻ അല്ലേ, നിങ്ങളുടെ ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് 3ആണെന്ന് തോന്നുന്നു അവര് ബേസിക്കലി ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലിക്കേഷൻ 10,000 രൂപ കൊടുത്തിട്ട് മീൻസ് 10,000 രൂപ കൊടുത്തിട്ട് സ്ട്രേറ്റ് അവേ പോകുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം ഒരുപാട് ഓൺലൈനിൽ മോക്ക് ടെസ്റ്റ് കൊടുത്തു നോക്കാം. എന്നിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് അറിയാലോ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഒരു മോക്ക് ടെസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് 4 മറ്റോ ആണ് മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ 5 ആണ് മാർക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി മോക്ക് ടെസ്റ്റും എവിടെയാണ് നിങ്ങൾ ഫെയിൽ ചെയ്യുന്നത് അതിനനുസരിച്ചൊക്കെ അതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പൈസ വീണ്ടും വീണ്ടും കൊണ്ടുപോയി കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം സോറി, ഞാൻ വേറെന്തോ പറയാനൊക്കെ അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ അപ്പോ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിനകത്ത് ചോദിച്ചു നോക്കിയാൽ ഇതൊക്കെ അവരുടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് അതൊക്കെ അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ. പിന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സെക്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് അവർ ചോദിക്കാം, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവർ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം അതിനെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റുമായി കണക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ എനിക്ക് ജെൻഡർ സ്റ്റഡീസിന്റെ കേസിലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡീസിന്റെ കേസിലാണ് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഒരു നിങ്ങൾ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കുറെ ഡിസ്ക്രിമിനേഷൻസ് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെ റെലവൻസിലേക്ക് അതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കാരണം അവര്
കാരണം ഇത് നിങ്ങളുടെ ഒരു എന്താ പറയാ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടിയാണ് ഇതിലൂടെയൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം, പക്ഷെ അതേസമയം വളരെ കൊഹറന്റ് ആയിട്ട് എഴുതുക. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ നാട്ടില് മിക്കവാറും അക്കാഡമിക് സെക്ടറിനകത്ത് നമ്മളിപ്പോ ഇംഗ്ലീഷ് മിക്കവാറും പഠിക്കുക, നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ, പുസ്തകങ്ങൾ വെച്ചാൽ അക്കാഡമിക് പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ. നിങ്ങളൊക്കെ സോഷ്യൽ സയൻസിലാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ സോഷ്യോളജിസ്റ്റോ ഈ ജനറൽ സ്റ്റഡീസിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അവരൊക്കെ എഴുതുന്ന തിയററ്റിക്കൽ കണ്ടന്റ് അവരൊക്കെ എഴുതുന്ന തിയററ്റിക്കൽ കണ്ടന്റ് വായിച്ചിട്ടില്ലേ, നമ്മുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അതിനകത്ത് സംഭവിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്ത് എനിക്കൊക്കെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് അത് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. ഇത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ലല്ലോ. അപ്പൊ നമ്മുടെ സെന്റൻസസ് വളരെ വലുതായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹലോ എനിക്കൊന്ന് അവിടുന്ന് ആരോ മ്യൂട്ട് ചെയ്താണ്. ഓക്കെ. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ വളരെ നമ്മള് പ്രസന്റ് ചെയ്യുന്ന ഐഡിയ ഇതിന് റിസർച്ച് ഒബ്ജക്റ്റീവിനകത്ത് ആവട്ടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിനകത്താവട്ടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു ഐഡിയ വളരെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കൊഹറന്റ് ആയിട്ട്, അതായത് ഒരു സെന്റൻസ് ഇവിടെയും അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സെന്റൻസ് ഇവിടെയും എഴുതിയിട്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ട് വളരെ കൊഹറന്റ് ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾക്ക് എഴുതാം, ഞാൻ ചെറുതായിരുന്നപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ പറയുക സ്ത്രീകൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് കണ്ടു, അല്ലെങ്കിൽ LGBTQ പീപ്പിൾ അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് കണ്ടു. അപ്പൊ അതിന്റെ ബേസിനകത്ത് ഞാൻ മനസ്സിലാക്കി മീൻസ് വേറെ എന്തെങ്കിലും ഇതിനൊക്കെ പോളിസി ആക്ഷൻസ് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ എന്ന് വെച്ചാൽ ഇത് വളരെ ഈ നിങ്ങളുടെ ഐഡിയോളജിക്കൽ കൺവിക്ഷൻസും നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസും പരസ്പരം വീവ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന വളരെ കൊഹറന്റ് ആയിട്ടുള്ള ഒരു 1, 2, 3 പേജ്. പിന്നെ എന്ത് നിങ്ങൾ എഴുതിയാൽ, നിങ്ങൾക്ക് റിസർച്ച് പ്രപ്പോസൽ ആവട്ടെ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ അത് വായിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയല്ലേ, നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളത് മനസ്സിലാക്കണം എന്നില്ല. ചിലപ്പോ വേറൊരാൾ വായിക്കുന്നതിലൂടെ നമുക്ക് വേറെ പുതിയ പേഴ്സ്പെക്റ്റീവ് കിട്ടുമായിരിക്കാം. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അഗെയിൻ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് നമ്മുടെ മദർ ടങ് അല്ലല്ലോ. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ മിസ്റ്റേക്ക് വരുത്തും. നമ്മൾ ഗ്രാമാറ്റിക്കൽ എറേഴ്സും കോൺസെപ്ച്വൽ എറേഴ്സും ഒക്കെ വരുത്താം. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ എന്താ പറയാ, അതൊക്കെ കറക്റ്റ് ചെയ്യും. അതൊക്കെ എന്താ പറയാ ആൾക്കാരോട് സംസാരിച്ച ശേഷം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തോന്നുന്ന ആൾക്കാരെ കൊണ്ട് അത് വായിപ്പിച്ച ശേഷം അത് ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ എറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ വളരെ കൊഹറന്റ് ആയ ആൾക്കാർക്ക് വായിച്ച നല്ല വൃത്തി മനസ്സിലാക്കാൻ പറ്റുന്ന, അതേസമയം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള മീൻസ് അങ്ങനെ വല്ലാണ്ട് നമ്മൾ എന്താ പറയാ കളവ് പറയോ നമ്മൾ പുകഴ്ത്തി പറയോ ഒന്നും ആവശ്യമില്ല. വളരെ കൊഹറന്റ് ആയിട്ടുള്ള നമ്മുടെ ബേസിക് നമുക്ക് എന്താണോ നമ്മുടെ കൺവിക്ഷൻ അത് വളരെ മനോഹരമായി എഴുതുക. പിന്നെ റിസർച്ച് ഒബ്ജക്റ്റീവ്സിനകത്താണെങ്കിൽ ഒരുപക്ഷെ അത് കുറെ കൂടി ഡീറ്റെയിൽഡ് ആണ്. നിങ്ങൾ എത്ര ആൾക്കാർ റിസർച്ചിന് ഇതാക്കണം. പക്ഷെ മാസ്റ്റേഴ്സിനാണെങ്കിൽ കൂടിയും അവർ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ചോദിക്കും. അതൊക്കെ വളരെ ഇപ്പൊ ബേസിക് നമ്മളിപ്പോ റിസർച്ച് മെത്തഡോളജിയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാലോ എന്താണ് ഒരു റിസർച്ച് എന്നുള്ളത്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷെ എന്താണ് റിസർച്ച് മെത്തഡോളജി, എന്താണ് റിസർച്ച് എത്തിക്സ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞ ശേഷം വളരെ കൊഹറന്റ് ആയിട്ട്, എസ്പെഷ്യലി റിസർച്ചിന്റെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഈവൻ പുറത്തൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് എപ്പോഴും വലിയ വലിയ ഐഡിയകൾ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കും ഇന്ത്യന്റെ പോളിസി. പക്ഷെ ഇന്ത്യയുടെ പോളിസി ഒന്നും നമുക്കൊരു എന്താ പറയാ ഒരു മാസ്റ്റേഴ്സ് തീസിനകത്ത് പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ കുറച്ചുകൂടി ന്യൂവാൻസ്ഡ് ആക്കാം, എങ്ങനെ നമുക്ക് അതിനെ കുറച്ചുകൂടി എന്താ പറയാ ക്ലിയർ ആക്കാം. അത് പിന്നെ അതല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. നമ്മൾ വലിയ വലിയ ജാർഗൺസ് ഒന്നും ഉപയോഗിക്കണം. നമുക്ക് എത്രമാത്രം റിസർച്ചിലൊക്കെ ഏറ്റവും ഗുണം വെച്ചാൽ നമുക്ക് എത്രമാത്രം അതിനെ സിംപ്ലിസ്റ്റിക് ആക്കാം, എത്രമാത്രം അതിനെ എന്താ പറയാ ആൾക്കാർക്ക് മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്നല്ല ഞാൻ പറയുന്നത്. വളരെ വളരെ ഗ്രാൻഡ് ആയിട്ട് സാധനങ്ങൾ പറയാതെ, ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ സ്റ്റാറ്റസ് ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ ഇൻ ഇന്ത്യ, അതൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം അത് പഠിക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്താ പറയാ ഒരു 10 20 വർഷമുള്ള ഒരു റിസർച്ച് പോളിസി ആയിരിക്കും, റിസർച്ച് ടീം ആയിരിക്കും ആവശ്യം. അതൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ നമുക്ക് വളരെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള വളരെ കോണ്ടെക്സ്റ്റൽ സ്പെസിഫിക് ആയിട്ടുള്ള
നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത ശേഷം വളരെ അതിനെ ഞാൻ പറഞ്ഞ പോലെ വളരെ റിസർച്ച് മെത്തഡോളജി ഒക്കെ അറിഞ്ഞ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാം. കാരണം അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ചില സാധനങ്ങൾ പറയുന്നതിലൂടെ ഒരു പക്ഷെ നമ്മൾ കൺവേ ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ അറിയില്ല എന്നുള്ളത് കൂടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഏത് സാധനം ഇപ്പൊ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എഴുതി കഴിഞ്ഞാലും പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാലും അത് 2-3 ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കും. ഒരു പക്ഷെ വേറെ ആൾക്കാർ വായിക്കുമ്പോൾ അവർ നമുക്ക് പുതിയ പെർസ്പെക്റ്റീവ്സ് തരും അല്ലെ. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പീസ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ള സാധനം നിങ്ങൾക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം എടുക്കുക. കാരണം ഒരുപക്ഷെ നമ്മളിപ്പോ 1 മാസം വെച്ചിട്ട് നമ്മളിപ്പോ 2 പീസസ് എഴുതിയായിരിക്കാം. പക്ഷെ അതേസമയം നമ്മൾ എഴുതി തീർത്തിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതേസമയം സമയം ഉണ്ടാവണമെന്നില്ല അത് വായിക്കാൻ അല്ലെ. അപ്പൊ ഞാൻ വെച്ചാൽ ഇതൊക്കെ അറിഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കി കുറെ മുന്നേ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായ അവരുടെ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. എന്താണ് അവർ നിങ്ങളിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കുള്ളതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതിനനുസരിച്ച് ട്വീക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചില സാധനങ്ങൾ ആഡ് ചെയ്യാം, ചില സാധനങ്ങൾ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം, പ്രോളിഫർ ചെയ്യാം, ചില സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില സാധനങ്ങൾക്ക് വെറുതെ മെൻഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ ആപ്ലിക്കേഷനും ഓരോ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷനും അതിൻ്റെതായിട്ടുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷനെ ട്യൂക്ക് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. ഒരു മിനിറ്റ്. അതന്നെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രജക്ടറി, നിങ്ങൾ ഇന്നെത്തിയ ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി, അതിനകത്ത് നിങ്ങൾ സഹായിച്ച കുറെ സാധനങ്ങൾ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉൾപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുമ്പം എന്തുകൊണ്ട് ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ പഠിക്കുക, നമ്മുടെ ഫോർ എക്സാമ്പിൾ സ്ത്രീകളെ കുറിച്ച് ഞാൻ പഠിക്കുന്നതിനകത്ത് ഒരുപക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറെ സാധനങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം അല്ലെ. അപ്പൊ അതിനെ നിങ്ങളുടെ ഒരു പേഴ്സണൽ നിങ്ങൾക്ക് റിസർച്ച് ഒബ്ജക്റ്റിനകത്ത് പ്രസന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് വളരെ 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 എന്താ പറയാ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നുള്ള രീതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് ട്വീക്ക് ചെയ്യാം. പക്ഷെ അതേസമയം ഇത് നിങ്ങൾക്ക് പേഴ്സണൽ എലമെന്റ്സ് കൊണ്ടുവരാം. പക്ഷെ അതേസമയം വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള വളരെ എന്താ പറയാ റിസർച്ചിന്റെ എന്താ പറയാ ഒബ്ജക്ടിവിറ്റി മുൻനിൽക്കുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കണം. അതായത് അതിന്റെ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സ്റ്റേജിനകത്തൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇന്റർവ്യൂവിനകത്ത് എങ്ങനെ നിങ്ങൾ കണ്ടക്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് അറിയില്ല. വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക്സ് മാഡം. അപ്പോൾ ആരെങ്കിലും ഡൗട്ടിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കുക, പെട്ടെന്ന് മുമ്പോട്ട് വരിക. ആർക്കും സംശയങ്ങളില്ല എന്നാ തോന്നുന്നു അല്ലേ? ഉണ്ടോ? ആർക്കെല്ലാം ഉണ്ടാവുന്ന പെട്ടെന്ന് വരും. നമ്മൾ 9 മണിവരെയാണ് ടൈം പറഞ്ഞത്. ടൈം കുറവാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മുമ്പോട്ട് വന്നിട്ട് ചോദിക്കേണ്ടതാണ്.
എനിക്ക് ആരോ ഇതിനകത്ത് കമന്റിനകത്ത് എനിക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ക്യാൻ യു പ്ലീസ് സേ സംതിങ് അബൌട്ട് ജർമ്മൻ സ്റ്റഡീസ്? എനിക്ക് അങ്ങനെ ഈ ജർമ്മൻ സ്റ്റഡീസ് എനിക്കങ്ങനെ വലിയ അറിവില്ല. പക്ഷെ ഈ ചോദ്യം ചോദിച്ച അവിടെ ഞാൻ ചോദിക്കട്ടെ, ജർമ്മൻ സ്റ്റഡീസിൽ ബേസിക് ആണോ ഉദ്ദേശിക്കണത്, അല്ല എൻഹാൻസ് സ്റ്റഡീസ് ആണോ? ഞാൻ പറയണെന്ന് വെച്ചാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ജർമ്മൻ എന്താ പറയാ ജർമ്മൻ ലാംഗ്വേജസ് എന്താ പറയാ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതായിരിക്കും അതിന്റെ ബേസിക്സ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ജർമ്മൻ അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് കൃത്യമായി ജർമ്മൻ സ്റ്റഡീസിനകത്ത് ഒന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാം മിക്കവാറും യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഒരുപക്ഷെ ഒരു ലാംഗ്വേജ് സെന്ററിന്റെ കീഴില് ജർമ്മൻ സ്റ്റഡീസ് ഉണ്ടാവാം. ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല, ജർമ്മൻ ലാംഗ്വേജ് സ്റ്റഡി ആണോ ഉദ്ദേശിക്കുന്നത്, അല്ല ജർമ്മൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനകത്ത് പഠിക്കുന്നത്. എനിക്കറിയാം കുറെ ഒരുവിധമൊക്കെ ജൂയിഷ് സ്റ്റഡീസും എന്താ പറയാ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ജർമ്മൻ കോണ്ടെക്സ്റ്റിന് ഒരു പക്ഷെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവാം. പക്ഷെ എനിക്ക് കൃത്യമായി ഈ ഒരു സ്പെസിഫിക് സാധനത്തെ കുറിച്ച് എനിക്കറിയില്ല. പിന്നെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കകത്തും ലാംഗ്വേജ് സെന്റേഴ്സ് ഉണ്ടാവും. ആ ലാംഗ്വേജ് സ്റ്റഡി സെന്റേഴ്സിനകത്ത് ഒരുവിധം എല്ലാ ലാംഗ്വേജസിലും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഡയറക്ട്ലി എനിക്കറിയുന്ന ഒന്നുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. ഡയറക്റ്റ് ചോദിക്കാൻ പ്രശ്നമുള്ളവരെങ്കിലും കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, somebody is asking IELTS വേണ്ടാത്ത കൺട്രീസ് ഒന്ന് പറയാവോ? എനിക്ക് തോന്നുന്നു IELTSോ ടോഫലോ വേണ്ടാത്ത ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം മാത്രം എനിക്കറിയാം. UK-ലും US-ലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കാം. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ IELTS വേണം. പ്രത്യേകിച്ചും ഇന്ത്യൻ സിറ്റിസൺസിന് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു UK സിറ്റിസൺ US പഠിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് IELTS വേണ്ട. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അതല്ലല്ലോ. അപ്പോ ഇന്ത്യൻ സ്റ്റുഡൻസ് ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ലൈക്ക് എന്താ പറയാ US UK അവിടെയൊക്കെ പോകണമെങ്കിൽ ടോഫൽ വേണം. ഇനി നിങ്ങൾക്ക് അതിനകത്തുള്ള ഏക എക്സെപ്ഷൻ എന്താന്ന് വെച്ചാല്, ഫോർ എക്സാമ്പിൾ ഞാൻ US-നകത്ത് എനിക്കൊരു ഡിഗ്രി ഉള്ളത് കാരണം ഞാൻ UK-ലേക്ക് പഠിക്കാൻ PhD ചെയ്യാൻ വന്നപ്പോ എനിക്ക് IELTSോ ടോഫലോ വേണ്ടി വന്നില്ല. കാരണം അവരുടെ ഒരു റിക്വയർമെന്റ് എന്ന് വെച്ചാൽ ഒന്നിക്കൽ നിങ്ങള് എന്താ പറയാ എനിക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്നൊരു ഒരു ഡിഗ്രി ഉള്ളത് കാരണം എനിക്കത് വേണ്ടി വന്നില്ല. പക്ഷെ അതല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് IELTSോ ടോഫലോ വേണം. പ്രൊസീജിയർലി IELTSും ടോഫലും സെയിം ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില കൺട്രീസ് എനിക്കറിയാം US-ൽ ഞാൻ പോയപ്പോ ഞാൻ എടുത്തത് ടോഫൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ മറ്റേത് ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രാജ്യം പറയും IELTS മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ടോഫൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയും തോന്നുന്നില്ല. കാരണം ഇത് രണ്ടും സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്കൊന്ന് ചെയ്യാം. നിങ്ങൾക്കിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്ത് കുറെ രാജ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നതിനോടനുസരിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉറപ്പായിരിക്കാം എനിക്ക് പോകേണ്ടത് US-ലാണ് അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടത് UK-ലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ടെസ്റ്റ് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ അവരെന്താണോ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആ ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടിനും ഒന്നാണ്. അതായത് ഒരേ വാലിഡിറ്റി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടിന്റെ മാർക്ക് സിസ്റ്റം വെവ്വേറെയാണ്. എനിക്ക് തോന്നുന്നു ടോഫല് എനിക്ക് തോന്നുന്നു 100-ലോ 120-ലോ മറ്റാണ് മാർക്ക്. പക്ഷെ IELTS 10-ലോ വരണം, അല്ലെങ്കിൽ വൈസ് വേഴ്സ. എനിക്ക് തോന്നുന്നു രണ്ടിന്റെ മാർക്കിംഗ് സിസ്റ്റം ഡിഫറെന്റ് ആണ്. പക്ഷെ രണ്ടും വളരെ സിമിലർ ആണ് ഇൻ ടേംസ് ഓഫ് ദ കണ്ടന്റ്.
അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, +2 81% അഡ്മിഷൻ ഇത് മതിയോ? ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ഈ മാർക്ക് ഒബ്സെഷൻ എന്നുള്ള സാധനമല്ലേ, നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു വളരെ കൂടുതലാണ്. അതായത് മാർക്ക് കാര്യമില്ല എന്നല്ല ഞാൻ പറയണത്, ഈ ഒരു ഇത്തരത്തിലുള്ള മാർക്ക് കിട്ടിയവർക്ക് മാത്രം കിട്ടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനകത്ത് ഇപ്പൊ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാനൊക്കെ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മാർക്കിന്റെയും അതിന്റെ പെർസെന്റേജിന്റെയും ബേസിൽ മാത്രമാണ് നിങ്ങളുടെ കാൻഡിഡസിയെ, നിങ്ങളുടെ അഡ്മിഷനെ അവര് കൺസിഡർ ചെയ്യുക. പക്ഷെ US-ലും UK-ലും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ബേസിക് മാർക്ക് ഉണ്ട്. അവർ ചിലപ്പോൾ പറയും, എന്താ പറയാ, 50% മാർക്ക് ഡിഗ്രിയിൽ അല്ലെങ്കിൽ 50% മാർക്ക് PG-യിൽ, അല്ലാതെ അത് മാത്രം നിങ്ങളുടെ കാൻഡിഡസിയെ നിർണയിക്കില്ല. അതും നിങ്ങൾ മോസ്റ്റ്ലി, ഞാൻ പറയും ഇതിന്റെ ഇപ്പൊ മോസ്റ്റ്ലി നിങ്ങൾ കൊടുക്കുന്ന അതർ റൈറ്റിംഗ് സാമ്പിൾസ് ഇല്ലേ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റും റിസർച്ച് ഒബ്ജക്റ്റീവ്സും അത്തരത്തിലുള്ള സാധനങ്ങളാണ് കുറെ കൂടി ഇതിനകത്ത് ഡിറ്റർമിനിങ് ഫാക്ടർ, അല്ലാതെ മാർക്ക് മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ പറഞ്ഞ 85%, 75%, അത് വളരെ വളരെ ഹൈ മാർക്കാണല്ലോ. എനിക്ക് തോന്നുന്നു അത് വളരെ നല്ലതാണ്. പക്ഷെ അത് മാത്രമല്ല അവർ കൺസിഡർ ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നു ആസ് എ ബേസിക് ഐ തിങ്ക് ഇത് മോർ ദാൻ എനഫ്. പിന്നെ ഇപ്പൊ ജർമ്മനിയുടെ കാര്യം പറഞ്ഞല്ലോ. ജർമ്മനിയാണ് ഇപ്പൊ എനിക്കറിയാം, ജർമ്മനിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ മീഡിയം ജർമ്മൻ ആണ്. ഫോർ എക്സാമ്പിൾ, അതുപോലെ തന്നെ ഫ്രാൻസിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ മീഡിയം ഫ്രഞ്ച് ആണ് അല്ലെ. അപ്പം നിങ്ങൾ അതുകൂടി നിങ്ങൾ എന്താ പറയാ കൺസിഡർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ജർമ്മനില്, ഫോർ എക്സാമ്പിൾ, ജർമ്മൻ ടോട്ട് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് അതിനെ മനസ്സിലാവും. ഒരുപക്ഷെ അവർ നിങ്ങൾ ജർമ്മനി, എനിക്ക് തോന്നുന്നു ഞാൻ അതുകൂടി ഞാൻ കൺസിഡർ ചെയ്യും ജർമ്മനി ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ. എനിക്കറിയുന്ന എന്റെ സുഹൃത്തുക്കൾ ജർമ്മനിയിൽ പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ മാസ്റ്റേഴ്സ് ഒന്നും എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. പക്ഷെ ജർമ്മനിയാണ് താല്പര്യമെങ്കിൽ അതുകൂടി നോക്കുക. ആ പ്രശ്നം നിങ്ങൾക്ക് US-ഉം UK-യും ഓസ്ട്രേലിയയും കാനഡയും ഒന്നാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്കില്ല. കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് ആയിരിക്കും അവരുടെ ബേസിക് ലാംഗ്വേജ്. എക്സെപ്റ്റ് ഇപ്പൊ നിങ്ങൾ കാനഡയിലെ ക്യൂബെക് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ കൂടി ഫ്രഞ്ച് മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള എക്സിബിഷൻസ് അല്ലാതെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് ആയിരിക്കാം. പക്ഷെ ജർമ്മനി ഐ എം നോട്ട് ടു ഷുവർ. IELTS-നെ കുറിച്ച്, ഓക്കെ, IELTS എന്ന് പറഞ്ഞാല് അതിനകത്ത് ചെക്ക് ചെയ്യുന്ന 3 സാധനം. നിങ്ങൾക്ക് എത്രമാത്രം ഇപ്പം ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അത്രമാത്രം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അവരത് ചെക്ക് ചെയ്യേണ്ട ഒരു കാരണം എന്താ വെച്ചാല്, നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലാണല്ലോ, മോസ്റ്റ്ലി ടോട്ട് ബൈ US പ്രൊഫസേഴ്സ് അല്ലെ. അപ്പം അവര് പറയുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ് റൂമിൽ അകത്തിരുന്ന് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടാവുന്ന അതർ അമേരിക്കൻ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസോ പറയുന്ന ഇംഗ്ലീഷ്, നമ്മൾ പറയുന്ന ഇംഗ്ലീഷും അവർ പറയുന്ന ഇംഗ്ലീഷും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ആക്സെന്റ് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 3 ഡിഫറെന്റ് സ്റ്റേജസ് ആണ്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, മീൻസ് അത് ഞാനൊരു 6-7 വർഷം മുമ്പ് എടുത്താണ്. എനിക്കിപ്പോ അതിന്റെ കണ്ടന്റിൽ മാറ്റം വന്നിട്ടുണ്ടോന്ന് അറിയില്ല. അന്ന് ഞാൻ എടുത്തപ്പോ അവര് സാധാരണ ചോദിക്കുക, ഒരു പാരഗ്രാഫ് ഉണ്ട്, അത് വായിച്ചിട്ട് നിങ്ങൾക്കത് കോംപ്രിഹെൻഡ് ചെയ്ത് എഴുതേണ്ടി വരും. ഒരുപക്ഷെ അതിനെക്കുറിച്ച് അതൊരുപക്ഷെ നമ്മുടെ അക്കാഡമിക് പ്രാക്ടീസിന്റെ ഭാഗമാണ് അല്ലെ. നമ്മളിപ്പോ നമ്മുടെ ബുക്ക് റിവ്യൂസ് ഒക്കെ ചെയ്യില്ലേ, നമ്മളിപ്പോ ഒരു പുസ്തകമോ ഒരു ആർട്ടിക്കിളോ വായിച്ച് അതിന് എത്രമാത്രം നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് മനസ്സിലായി, അത് നിങ്ങൾക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് നിങ്ങളുടെ റിട്ടൺ ടാസ്ക്. അത് നിങ്ങൾ അവർ എഴുതാൻ പറയും, അതിന് പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ടാവും. ആ സമയത്തിനകത്ത് നിങ്ങളത് എഴുതി അയക്കണം. ഇത് ഇപ്പോ IELTS TOEFL മുന്നേ എടുത്തിട്ടില്ലാത്ത ആൾക്കാര്, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ് ഇപ്പോഴൊക്കെ. നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ നിങ്ങളെ ചെക്ക് ഇൻ ചെയ്യും. നിങ്ങളൊക്കെ ഒരു ക്യൂബിക്കിൾസ് പോലുള്ള സ്ഥലത്തായിരിക്കും. ഒരു മിനിറ്റ്, ഞാൻ വീഡിയോ ഓൺ ആക്കാം. സോറി, ഒരു ക്യൂബിക്കിൾസ് പോലത്തെ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇരിക്കുക. മീൻസ് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് എന്താ പറയാ വേറൊരു കാൻഡിഡേറ്റ് എക്സാം എഴുതുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾ ഒരുപക്ഷെ സ്പീക്കിംഗ് ടെസ്റ്റ് ആയിരിക്കും നടത്തുന്നത്. ഒരുപക്ഷെ ട്രൈ നോട്ട് ടു ബി ഡിസ്ട്രാക്റ്റഡ് അല്ലെ.
കാരണം നമ്മൾ വളരെ എന്താ പറയാ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രാക്ടീസ് വളരെ ഗുണം ചെയ്യും. ഇപ്പൊ മീൻസ് ഗോയിങ് ബാക്ക് ടു IELTS എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ റിട്ടൺ കപ്പാസിറ്റി, എഴുതുന്ന ഇംഗ്ലീഷ് എഴുത്ത് എത്രമാത്രം നല്ലതാണെന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കും അവര്. അതിന് നിങ്ങൾ വളരെ എക്സലന്റ് ആവണമെന്നില്ല, നിങ്ങളത് വളരെ ലെജിബിൾ ആയിട്ട് ഇതിന്റെ ബേസിൽ നിങ്ങൾ എത്രമാത്രം നന്നായി എഴുതി എന്നുള്ളതിന്റെ ബേസിലായിരിക്കും അവർ നിങ്ങളെ മാർക്ക് ഇടുക. നിങ്ങളിപ്പം IELTSന്റെയും TOEFLന്റെയും എന്താ പറയാ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എക്സാം എഴുതിയ ശേഷം വന്നു കഴിഞ്ഞാൽ അവർ ഓരോ സെക്ഷനകത്തും അവർ മാർക്ക് ഇടും. പിന്നെ അവരത് എന്താ പറയാ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള മാർക്കും അടിയിലുണ്ടാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾ റിട്ടൺ ടെസ്റ്റിൽ നിങ്ങൾക്ക് 50 കിട്ടിയാൽ 50 കിട്ടിയിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾക്ക് സ്പീക്കിംഗിൽ 80 70 കിട്ടിയിട്ടുണ്ടാവും. പിന്നെ റിട്ടൺ ടെസ്റ്റ്, പിന്നെ സ്പീക്കിംഗ് ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് വോയിസ് ആയിരിക്കും ഒബ്വിയസ്ലി ഫ്രം ഒരു പക്ഷെ അമേരിക്കനോ എന്താ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലോ ആരെങ്കിലും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ മറുപടി പറയുക. അതാണ് നിങ്ങളുടെ സ്പീക്കിംഗ് പാർട്ട് ഓഫ് ദ ടെസ്റ്റ്. പിന്നെ റിട്ടേൺ പിന്നെ ചെയ്യാനുള്ളത് അവരെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള സാധനവും കൂടെ നിങ്ങൾക്ക് ഇതാ. പിന്നെ അനലിറ്റിക്കൽ, അതായത് നിങ്ങൾ എത്രമാത്രം ഒരു സാധനങ്ങൾ വായിച്ച് നിങ്ങൾക്ക് അതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഒരുപക്ഷെ മാസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു അക്കാഡമിക് വർക്ക് ഇതുകൂടി ഇൻവോൾവ് ചെയ്യുന്നതാണല്ലോ. നിങ്ങൾക്ക് വായിക്കാനും വായിച്ച സാധനങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് IELTSും TOEFLും ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാനത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചാൻസസ് ഇത് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് 5 10 20 എത്ര ടെസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈ പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ജോലിയാണോ? അല്ല, മീൻസ് ഓൺ പ്ലേസ്മെന്റ് ഇന്റേൺഷിപ്പ് പോലത്തുള്ള പ്ലേസ്മെന്റ് ആണോ? യൂണിവേഴ്സിറ്റിയിലും PG സയൻസ് സബ്ജക്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും PGക്ക് സയൻസ് സബ്ജക്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും സയൻസ് സബ്ജക്ട് ഉണ്ടല്ലോ ഇപ്പോ. ഒരുവിധം നല്ല എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ബോത്ത് ഇന്റേൺഷിപ്പ് ആൻഡ് സ്പോൺസർഷിപ്പ് ജോബ്. എനിക്ക് തോന്നുന്നു സ്പോൺസർഷിപ്പ് ജോബ് കുറവാണ്. കാരണം അതൊരു വല്ലാത്തൊരു ബാധ്യതയല്ലേ ഈ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർക്ക്. അവർ നിങ്ങളോട് പറയണം നിങ്ങൾ ഇത്രയും പൈസ ചെലവഴിച്ച് നിങ്ങൾ UK വന്ന് പഠിക്കൂ, അതിന്റെ ഒപ്പരം ഞങ്ങൾ ജോലിയും ചെയ്യാം. ഞാൻ അത്തരത്തിലുള്ള സാധനങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ പഠനത്തിനകത്ത് നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലിയൊന്നും കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ അതുകൂടി മനസ്സിലാക്കുക. ചിലപ്പോഴൊക്കെ ആൾക്കാർ വിചാരിക്കും പഠിക്കാൻ പോയ ഉടനെ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് കിട്ടുന്നു. പക്ഷെ അതത്ര ഈസി അല്ല. നിങ്ങൾ എന്താ പറയാ ഇപ്പൊ യുകെയിലാണെങ്കിൽ യുകെയില് പഠിച്ച ആൾക്കാർക്ക് 2.5 വർഷത്തേക്ക് അവർക്ക് ജോലി വിസ കൊടുക്കും. പക്ഷെ അതേസമയം നിങ്ങൾ ചില സ്കോളർഷിപ്പിനകത്താണെങ്കിൽ ആ സ്കോളർഷിപ്പിനകത്ത് ഒരു എന്താ പറയുക നിങ്ങൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. ഇന്ന സ്കോളർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്നുണ്ടാവും. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പില്ല. ആ കിട്ടും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കഴിവിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ എംപ്ലോയബിൾ ആണ് എന്നുള്ളതിനെ കൺസിഡർ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സാധനം. എനിക്ക് തോന്നുന്നു ഒരു ഏജൻസിയും ഒരു യൂണിവേഴ്സിറ്റിയും അങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കില്ല. ക്യാമ്പസ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ അവർ നിങ്ങളെ ഇപ്പൊ ഇവിടെ ഒരുവിധ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ എംപ്ലോയ്മെന്റ് സെൽസ് ഉണ്ടാവും. അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം. അവര് നിങ്ങളെ എന്താ പറയാ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് പറയായിരിക്കാം. പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് ജോലി വിസ ഇല്ലല്ലോ. ഈ സ്റ്റുഡന്റ് വിസയും ജോലി വിസയും രണ്ടാണ്. ഇപ്പൊ ഈ സ്റ്റുഡന്റ് വിസയിൽ വന്ന് ജോലി വിസയിലേക്ക് പോവാം. പക്ഷെ അതേസമയം തന്നെ യൂണിവേഴ്സിറ്റിക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, ഇയാൾ ഇവിടെ പഠിച്ചു അതുകൊണ്ട് ഇയാൾക്ക് ഈ ജോലി കൊടുക്കണം. അത് യൂണിവേഴ്സിറ്റികളുടെ കയ്യിലുള്ള കാര്യമല്ല. അതിനകത്ത് നിങ്ങൾ വേറെ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ യുകെയിലാണെങ്കിൽ ഹോം ഓഫീസിനകത്തേക്ക് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ് അങ്ങനെ ഇല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മീൻസ് അത് ഒരുപാട് വിസ കാറ്റഗറിയാണ്. അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വളരെ കുറവാണ്. പക്ഷെ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇന്റേൺഷിപ്പ് പെയ്ഡ് പൊസിഷൻസ് അല്ലല്ലോ, പക്ഷെ ഇന്റേൺഷിപ്പ് കിട്ടാം. പക്ഷെ ക്യാമ്പസ് പ്ലേസ്മെന്റ് കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലി അപ്ലിക്കേഷൻ ചെയ്യാം. ഞാൻ ചെയ്ത പോലെ എന്റെ PhDയുടെ എന്താ പറയാ എന്റെ വിസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിയുന്നതിന് മുന്നേ തന്നെ
ഞാൻ ജോലി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി വിസ കിട്ടി. അത് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ്, അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ള സാധനമല്ല. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും താങ്ക് യു. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് മുന്നോട്ട് വരും, നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. മാം ഇനി ആരുമില്ലാന്ന് തോന്നുന്നു. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ നന്ദി പറയേണ്ടിട്ട് ശ്രീപദിനെ ക്ഷണിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവില്ല ഒരുപാട് ആൾക്കാർ. കാരണം എന്ന് വെച്ചാല് നിങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുറെ കൂടി സഹായിക്കാൻ പറ്റുക നിങ്ങൾ ഇതിനകത്തുള്ള കുറെയൊക്കെ ബേസിക് റിസർച്ച് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് എത്തി കഴിഞ്ഞാലായിരിക്കും എനിക്ക് തോന്നുന്നു കുറെയൊക്കെ എന്റെ ഇൻപുട്സ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും നിങ്ങളുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയച്ചാലൊക്കെ ഐ ബി ഹാപ്പി ടു റിപ്ലൈ, ഹാപ്പി ടു ഹെൽപ്പ്. ഞാൻ അത്രേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു മാഡം. ഇപ്പൊ ശ്രീപദ്. ഹലോ പ്രണവ്, കേൾക്കാം? കേൾക്കാം. അപ്പോ സുഹൃത്തുക്കളെ, നമുക്കിന്ന് ക്ലാസ് എടുത്ത രേഷ്മ കോറോത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 8 മണി മുതൽ 9 മണി വരെ മാം നല്ല രീതിക്ക് നമ്മളെ ക്ലാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മളെ സുഹൃത്തുക്കള് മാഡത്തിനോട് നല്ല രീതിക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളും ചോദിച്ച് ഇതൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാഡത്തിനോട് ആദ്യം തന്നെ ഒരു കാര്യത്തിന് ഒരു ക്ഷമാപണം നടത്തുകയാണ്. ഈ ഒരു കമന്റ് ബോക്സിനകത്ത് മാഡം വരുന്ന സമയത്ത് തന്നെ കുറച്ച് മോശം കമന്റുകൾ ഇട്ടത് നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളല്ല, പുറത്തുള്ള ലിങ്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വഴിയൊക്കെ ഷെയർ ചെയ്ത് പോകുന്നതാണ്. ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ അത് മാഡം അറിയണം, നമ്മളെ കോളേജിനകത്തുള്ള ആളുകളല്ല, പുറത്തുള്ള ആൾക്കാരാണ് മോശം കമന്റുകൾ ഇട്ടത്. അതിനാദ്യം തന്നെ മാഡത്തിനോട് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇതിപ്പോ നമ്മളെ വെബിനാർ സീരീസ് ഓക്കെ, ഇത് നമ്മളെ വെബിനാർ സീരീസിന്റെ 4th എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു സെഷൻ നല്ല രീതിക്ക് കൈകാര്യം ചെയ്ത മാഡത്തിന്, അതുപോലെ തന്നെ സ്വാഗതം അർപ്പിച്ച നവ്യേച്ചി, അതുപോലെ ഈ ക്ലാസ് നല്ല രീതിക്ക് നിയന്ത്രണം ചെയ്ത പ്രിയപ്പെട്ട പ്രണവ്, ഈ ക്ലാസ് ഇത്ര നേരം ശ്രവിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കള് എല്ലാവർക്കും SFI ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിലും PK രമേശൻ സ്റ്റഡി സർക്കിളിന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പൊ ഒരു കാര്യം പറയാനുള്ളത്, മാഡത്തിനുള്ള മാഡം പോക്കോ, ഇത് നമ്മൾ അടുത്ത 5ാമത്തെ സീരീസ് സാധാരണ നമ്മൾ വീക്കെൻഡ്സിലാണ് നടത്താറുള്ളത്. അപ്പോ ചാന്ദ്രദിനായിട്ട് ബന്ധപ്പെട്ട് ബുധനാഴ്ച നമ്മള് ആസ്ട്രോണമിയിലെ വിവിധ സാധ്യതകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ മാഡം, താങ്ക് യു.